ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സൺ സിംഗ് ധനോജത്തിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് മറിച്ചു വിട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് റെക്കോർഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെ നമ്മുടെ അനിരുദ്ധ് താപ്പെ ചെന്നൈയിൻ എഫ്സിയിൽ നിന്ന് സ്വന്തമാക്കിയതാണ്. അപ്പം നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഫീസ് നേടിയ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ താരങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആയിരിക്കും പ്രാമുഖ്യം വരുന്നത്. ഒന്നാം സ്ഥാനത്ത് അയ്യോ ഒന്നാം സ്ഥാനത്ത് ജീക്സൺ സിംഗ് ധനോജത്തിനെ ഈസ്റ്റ് ബംഗാളിലേക്ക് നൽകി കേരള ബ്ലാസ്റ്റേഴ്സ് 3.3 കോടി വാങ്ങിച്ചത് തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് അനിരുദ്ധ് താപ്പെ ATKയിലേക്ക് വിട്ട്, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വിട്ട് നമ്മുടെ ചെന്നൈയിൻ FC 3 കോടി രൂപ വാങ്ങിച്ചു. ആകാശ് മിശ്രയെ അതുപോലെ തന്നെ റിലീസ് ചെയ്തിട്ട് 3 കോടിയുടെ ഡീൽ നടന്നു. അപ്പുയ്യയുടെ കാര്യത്തിൽ നടന്ന ഡീലിൽ വന്ന തുക 1,60,00,000 രൂപയാണ്. ഐബൻ ഡോലിങ്ങിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്ക് നൽകിയത് 1.5 കോടി രൂപയാണ്. ആശിഷ് റായുടെ കാര്യത്തിൽ 2 കോടി രൂപയുടെ ഡീലാണ് നടന്നത്. പിന്നെ പ്രസുഗൻ സിംഗ് ഗില്ലിന്റെ കാര്യത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് 1.2 കോടി രൂപ നേടി. അത് ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെയാണ് ആളിനെ വിട്ടത്. പിന്നെ ലിസ്റ്റൺ ക്ലാസോയുടെ കാര്യത്തിൽ 1 കോടി രൂപയുടെ ട്രാൻസ്ഫർ ഡീലാണ് നടന്നത്. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഡീലുകൾ: ലിസ്റ്റൺ ക്ലാസോ 1 കോടി, പ്രസുഗൻ സിംഗ് ഗിൽ 1,20,00,000, ആശിഷ് റായ് 2 കോടി, ഐബൻ ഡോഹ്ലിംഗ് 1,50,00,000, അപ്പൂയ 1,60,00,000, ആകാശ് മിശ്ര 3 കോടി, അനിരുദ്ധ താപ്പ 3 കോടി, ജീക്സൺ സിംഗ് ധനോജം 3,30,00,000.